ബ്രേക്കിംഗ് നൗ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ചതിൽ ചികിത്സാ വീഴ്ചയില്ല എന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ചികിത്സ നൽകിയത് പ്രോട്ടോകോൾ പ്രകാരമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. വേണുവിന്റെ കേസ് ഷീറ്റിൽ പോരായ്മകളില്ല, വീഴ്ചയില്ല എന്ന് ഡോക്ടർമാരും മൊഴി നൽകി. ബന്ധുക്കളിൽ നിന്ന് വിവരം ശേഖരിക്കണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആശയവിനിമയത്തിൽ അപാകത ഉണ്ടോ എന്ന് പരിശോധിക്കണം. DME നാളെ അന്തിമ റിപ്പോർട്ട് നൽകും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതിനിടെ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. ഇതിനിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജുകളുടെ പരിമിതികൾക്കെതിരെ നടത്തിയ പ്രതികരണത്തിൽ സർക്കാർ വെട്ടിലായിട്ടുമുണ്ട്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ചികിത്സാ വീഴ്ചയില്ല എന്ന പ്രാഥമിക വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണോ ഈ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? കുടുംബം പറയുന്ന ആക്ഷേപം അത് കഴമ്പില്ല എന്നാണോ കരുതുന്നത്, അതോ കുടുംബത്തെ കൂടി കേൾക്കുമോ? ഗുഡ് മോർണിംഗ് സുജിയ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് റിപ്പോർട്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആരോഗ്യവകുപ്പിലെ എല്ലാവരും വേണുവിൻ്റെ മരണത്തിൽ പറഞ്ഞത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ട് വരികയും ചെയ്തത്. മാത്രമല്ല മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഡോക്ടർമാരെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആശയവിനിമയം നടക്കുന്നതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അതായത് വേണു പറഞ്ഞ ശബ്ദ സംഭാഷണങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. അത് എവരുടെയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതുമാണ്. വിഷയത്തിൽ ഒരു കൃത്യമായ പ്രതികരണം ഇതുവരെയും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുമില്ല. അതിനിടെ ഹാരിസ് ചിറക്കലിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമായി. ഹാരിസ് ചിറക്കലിനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ സുജിയ. നേരത്തെ ആ സിസ്റ്റത്തിൻ്റെ എറർ എന്ന് ആ വകുപ്പ് മന്ത്രിക്ക് പറയേണ്ടി വന്നത് ഹാരിസ് ചിറക്കലിൻ്റെ തുറന്നു പറച്ചിലോട് കൂടിയാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമാണ് അന്ന് ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാണിച്ചതെങ്കിൽ പോലും പിന്നീട് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിലുള്ള വലിയ പ്രതിസന്ധിയും വീഴ്ചകളും ഒക്കെയാണ് പുറത്തേക്ക് വരികയും വലിയ ചർച്ചയാവുകയും ചെയ്ത്. അതേ ഹാരിസ് ഡോക്ടറാണ് ഇപ്പോൾ നിലവിലും വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് പ്രാകൃത രീതിയാണ് എന്നാണ് ഹാരിസ് ചിറക്കൽ ഉപയോഗിച്ച വാക്ക്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോട്ടും കോട്ടയത്തും ഒക്കെ ആയാലും നിലത്തിപ്പോഴും ധാരാളം രോഗികളുണ്ട്. ശസ്ത്രക്രിയ ചെയ്തു കൊണ്ടുവരുന്ന രോഗികളെ വാർഡുകളിൽ കിടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പല വാർഡുകളിലെയും കാഴ്ചയാണ്. അതിൽ മറുപടി അവർ പറയുന്നത് ധാരാളം രോഗികൾ വരുന്നു എന്നുള്ളതാണ്. ധാരാളം രോഗികൾ വരുമ്പോഴും അതിനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല എന്ന ദയനീയ ചിത്രമാണ് നമ്മുടെ പല മെഡിക്കൽ കോളേജുകളിലും ഉള്ളത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് ഉയരുന്നത്. നമുക്കറിയാവുന്നതുപോലെ സുജിയ, നേരത്തെ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയും വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോയിരുന്നു. ഇതിലിപ്പോൾ ഒരാളുടെ മരണം, ആ മരണത്തിൽ കാര്യമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ഒപ്പം BJPയുടെയും എല്ലാം തീരുമാനം. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നതിനിടയിലും റിപ്പോർട്ട് എന്നത് പൂർണ്ണമായും മെഡിക്കൽ കോളേജിന് അനുകൂലമാണ് സുജയ. ഓക്കെ, ഇക്കാര്യത്തിൽ വേണുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് TV പ്രസാദ് നമുക്ക് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. അടുത്ത ഘട്ടത്തിൽ വാർത്ത വികസിക്കുന്ന മുറയ്ക്ക് ഞാൻ വീണ്ടും എത്താം പ്രസാദിലേക്ക്. നമ്മുടെ ഗോപാൽ ഉടൻ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ വേണുവിന്റെ കുടുംബം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇന്നലെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ വേണുവിന്റെ ഭാര്യ വന്ന് തന്റെ ആവലാതികൾ പങ്കുവച്ചതാണ്. അപ്പോൾ അതിന്റെ തുടർ പ്രതികരണങ്ങൾ ഈ റിപ്പോർട്ട് വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും. അപ്പോൾ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട്. അതിനോടൊക്കെയുള്ള മറുപടി എന്താകുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ